ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ബ്രൈറ്റ് ഡിസൈൻസ്. ഇത് ഞാനൊരു 40 ഇഞ്ചസ് ചെസ്റ്റ് സൈസുള്ളൊരു ബ്ലൗസിൻ്റെ പേപ്പർ ഡ്രോയിങ് ആണ് കാണിക്കുന്നത്. ഇത് ബാക്ക് പീസിൻ്റെ ഡ്രോയിങ് ആണ്. ബാക്ക് പോർഷൻ എപ്പോഴും ഫോൾഡഡ് സൈഡിലാണ് ഡ്രോ ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഈ പട്ടി പീസ് ഞാൻ ഇതിനോട് ചേർത്ത് തന്നെയാണ് ഡ്രോ ചെയ്തത്. ഇപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റിയതാണ്. ഇത് ഞാനൊരു കസ്റ്റമറിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡ്രോ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇങ്ങനെ ഡ്രോ ചെയ്ത് വെച്ചാൽ നമുക്ക് ക്ലോത്തിൽ കട്ട് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാരണം 1 മീറ്റർ ക്ലോത്താണുള്ളത്. അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാനായിട്ട് ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡ്രോ ചെയ്യുവാണെങ്കിൽ പേപ്പർ നമുക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടാം. നെക്ക് ഞാൻ അറിയാതെ ഒന്ന് കട്ട് ചെയ്ത് പോയി, പക്ഷേ വീനക്കാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനത് ക്ലോത്തിൽ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വീണ്ടും ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ഹുക്കും മയ്യൊക്കെ വെക്കാനുള്ള പീസ് വെക്കുന്നതിനുള്ള ഗ്യാപ്പാണ്. 40 ഇഞ്ച് ചെസ്റ്റ് സൈസിന് നമ്മൾ ടക്സിൻ്റെ ഡിസ്റ്റൻസ് എടുത്തിരിക്കുന്നത് 5 ഇഞ്ചസ് ആണ്. ടക്സ് ഇട്ട് കഴിയുമ്പോൾ അത് 4 ഇഞ്ചസ് ആയിട്ട് കുറയും. ടക്സ് പിടിക്കുന്ന ആ ഡിസ്റ്റൻസ് നമ്മൾ സീം അലവൻസ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇവിടെ ഞാൻ 3 ഇഞ്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പ്ലസ് ഒരു 1 ഇഞ്ച് ലൂസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈനിങ് ക്ലോത്തിൽ ഈ പീസ് വെച്ചിട്ട് ആദ്യം ലൈനിങ് ക്ലോത്താണ് കട്ട് ചെയ്യുന്നത്. ഫോൾഡഡ് സൈഡിൽ നിന്ന് ബാക്ക് പീസാണ് ആദ്യം മുകൾ വശത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. ബാക്ക് പോർഷൻ റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത്. ഒരു 6 ഇഞ്ച് ഇറക്കമാണ് എടുത്തിട്ടുള്ളൂ. താഴെ ടോട്ടൽ ലെങ്ത്തിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും സൈഡിൽ ഒരു 3 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ജസ്റ്റ് താഴെ ഓപ്പണിംഗ് സൈഡ്, അതായത് തേരുവശം വരുന്ന സൈഡിലാണ് ഫ്രണ്ട് പോർഷൻ വെച്ചിരിക്കുന്നത്. എന്നിട്ട് ക്ലോത്തിനോട് ചേർത്ത് രണ്ടും കൂടി പിൻ ചെയ്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് 1 മീറ്റർ ക്ലോത്തിൽ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഫ്രണ്ട് പോർഷൻ ഇതുപോലെ 2 ഓപ്പണിംഗ് പീസസ് ആയിരിക്കും. ഓപ്പണിംഗ് സൈഡിൽ നിന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ലൈനിങ് ക്ലോത്തിൽ നിന്ന് നമുക്ക് മെയിൻ ക്ലോത്ത് കൂടി കട്ട് ചെയ്തെടുക്കാം. താഴെ ബാക്കി വരുന്ന ക്ലോത്തിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്താണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. See you again on next video. Thank you for watching.